ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പയ്യന്നൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂമിന് മുന്നിലാണ്. നമ്മൾ മുന്നേയും നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് എപ്പിസോഡ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു പയ്യന്നൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിനകത്താണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കാൻ, പുതുവർഷത്തേക്ക് വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വേളയിൽ അതിനകത്ത് ക്രിസ്മസിൻ്റെയൊക്കെ കുറച്ചൊരു അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഷോറൂമിനകത്തേക്ക്. നമ്മൾ നേരെ പോവുകയാണ് ജുജു ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഷോറൂമിലേക്ക്. അപ്പോൾ നമ്മൾ പയ്യന്നൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഡയമണ്ട് സെക്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ വില കൂടിക്കൂടി വരുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള, വളരെ വെയിറ്റ് കുറഞ്ഞ ആഭരണങ്ങൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. സാറിൻ്റെ പേര്? ജലീൽ. എന്ത് ജലീലാണ് വെച്ചാൽ ജലീൽ ബാദുഷ എന്നൊക്കെ പറഞ്ഞ പോലെ അബ്ദുൾ ജലീൽ. ഓക്കെ. സ്ഥലം പെരുമ്പാണ്. ജോലി എന്താ ചെയ്യുന്നത്? ദുബായിലാണ്. ദുബായിൽ എവിടെയാ? കറാമ. ഈ കറാമ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? മലയാളീസാണ്. നമ്മളെ കേരളത്തിലുള്ള പോലെ തന്നെ അവിടെ ഈ സിനിമാ തിയേറ്റർ ഒക്കെ ഉണ്ട് അവിടെ? മലയാളം മൂവിയൊക്കെ കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലീവ് ഇപ്പോൾ ഏത് ദിവസമാണ്? എങ്ങനെ? സൺഡേ. പണ്ട് വെള്ളിയാഴ്ച അല്ലേ ലീവ്? ഇപ്പൊ സൺഡേ. പിന്നെ അതായത് ദുബായിലൊക്കെ ഞായറാഴ്ച അവധിയാക്കിയത് ഏത് ഭരണാധികാരിയാണ്? ഷെയ്ഖ് റാഷിദ്. ചെറുപ്പക്കാരനാണോ? അല്ല, ചെറുപ്പമല്ല. ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു രാജാവ് അത് സൗദിയിലാണ്. എവിടെയായിരുന്നു ഏറ്റവും ചെറുപ്പക്കാരൻ? ഷെയ്ഖ് ഹംദ അല്ലേ? ചെറിയ ഭരണാധികാരിയാണ്. എത്ര വർഷമായി ഇപ്പം ദുബായിൽ? ഞാൻ 12 വർഷമായി. 12 വർഷമായി. എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു? അപ്പോൾ അവിടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും മലയാളിയാണ്? മലയാളീസാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് തോന്നി ഫീലാണ്. എപ്പോഴും നാട്ടിലെപ്പോഴാണ് വന്നേ? ഞാൻ വന്നിപ്പോൾ 20 ദിവസമായി. ഇപ്പോൾ എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ? ആഭരണം എടുക്കാൻ വേണ്ടി വന്നു. ശരി. ഇപ്പോൾ ചെറിയ ചോദ്യം. നമ്മൾ ദുബായിൽ ഉള്ള നമ്മൾ കേരളത്തിലുള്ള കടകളൊക്കെ 8 ദിവസം രാവിലെ തുറന്ന് രാത്രി അടക്കും, പൂട്ടും, രാത്രി പൂട്ടും. പിന്നെ ദുബായിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 24 മണിക്കൂറും, നമ്മളിപ്പോൾ വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ് കണ്ണൂരൊക്കെ ഇപ്പോൾ 24 മണിക്കൂറും വർക്ക് ആയിരിക്കും. അപ്പം പൂട്ടുണ്ടാവുന്നില്ല. അപ്പോൾ ചേട്ടൻ ജോലി ചെയ്യുന്ന അവിടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പൂട്ടാത്ത സ്ഥാപനങ്ങളുണ്ടോ? കുറേ സ്ഥാപനങ്ങളുണ്ട്. ഒരു 24 മണിക്കൂറും തുറക്കുന്നത്. അപ്പോൾ സ്റ്റാഫ് മാറി വരും. 12 മാറി വരും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊന്നുമല്ല, ഈ പേരിൽ തന്നെ പൂട്ടുള്ള ഒരു ആഭരണം ഉണ്ട്, അതേതെന്നറിയാം? പൂട്ടുള്ള ആഭരണം രക്ഷയില്ല. എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഫാമിലി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ആ ഫാമിലിനെ രണ്ട് ടീമായിട്ട് മാറ്റിയിട്ടുണ്ട്. 2 പേർ ഇവിടെയുണ്ട്, 2 പേർ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെട്ട ശേഷം അവരെ പരിചയപ്പെടും. ഓക്കെ. നമസ്കാരം. നിങ്ങളുടെ പേരെങ്ങനെയാണ്? ഷിജു ഭായി. ഇവിടെ താമസിക്കുന്നത് എവിടെയാണ്? ഏഴിലോട്. നമ്മുടെ പയ്യന്നൂർ ടൗണിൽ നിന്ന് അപ്പോൾ നമ്മുടെ ജുജു ഗോൾഡൻ എടുക്കുന്ന എത്ര കിലോമീറ്റർ ഉണ്ടാവും? 7 5 കിലോമീറ്റർ. പിന്നെ കണ്ണൂർ റൂട്ടാണോ കാഞ്ഞങ്ങാട് റൂട്ടാണോ? കണ്ണൂർ റൂട്ട്. ഇപ്പോൾ പേരെന്താ? അയന മേഡം. ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്തില്ല. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഡ്രൈവർ. ഏത് വണ്ടി എടുക്കുന്നത്? ഓട്ടോ ആണ്. ഓട്ടോ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ? ഏഴിലോടാണ്. ഏഴിലോട് ശരിക്കും എത്ര ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അവിടെ? ഏഴിലോട് ഒന്നേ ഇല്ല. അത് കഴിഞ്ഞ് യാത്രയാണ്. ഏകദേശം എത്ര ഓട്ടോ വേണം അവിടെ? 10, 30, 40 വണ്ടി. എത്ര മണിക്ക് പോകും രാവിലെ? ഓട്ടോ എത്ര മണിക്ക് പോകും? രാവിലെ 8 മണി 9 മണി. വൈകിട്ട് എത്ര മണി വരെ? 9 മണി വരെ ഉണ്ടാവും. ഭക്ഷണം പിന്നെ നമുക്ക് ട്രിപ്പ് പല സമയത്ത് ഉണ്ടാകുക. അന്നേരം ദൂരെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കും. എല്ലാ ദിവസം വീട്ടിൽ വന്ന് കഴിക്കുമോ? അധികം വീട്ടിൽ വന്നിട്ട് കഴിക്കുന്നത്. അപ്പം അതിനടുത്ത് പിന്നെ സ്റ്റാൻഡ് അടുത്ത് തന്നെ ആയതുകൊണ്ട്. ആ സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട്. ഇപ്പം ആകുന്നവർക്ക് എന്താ വിശേഷം? എന്തെങ്കിലും എന്താണ് പർച്ചേസിങ്? ഇപ്പത്തെ ഞങ്ങൾ വന്നതിന്റെ പങ്ങളെ കല്യാണം മാർച്ചിലാണ്. മാർച്ച് 15. എവിടെയാ? അതായത് പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന വരന്റെ വീട് എവിടെ? ചായോത്താണ്. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് വിവാഹ മംഗളാംശം അറിയിക്കാം. ഓക്കെ. നിങ്ങളിപ്പോ എത്ര പേര് വന്ന? ആരൊക്കെ വന്നേ? അമ്മ, പെങ്ങള്, വൈഫ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന ആരാണ്? അവിടെ ഇരുന്നിട്ട് പതിയെ പരിചയപ്പെടാം. ഓക്കെ. യെസ്. നിങ്ങളുടെ സ്വന്തം സ്ഥലം എവിടെയാ? കാഞ്ഞങ്ങാട് രാവണേശ്വരം. ഈ കാഞ്ഞങ്ങാട് എങ്ങനെയാ പിന്നെ ഏഴിലോട് എത്തിയത്? ബന്ധുവാണ്. എന്റെ ചേച്ചിനെ കെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങോട്ടാണ്. ആ ഒരു ബന്ധത്തിലാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. കൂടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അതായത് നമ്മളിപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം പണ്ട് കാലങ്ങളിൽ തറവാട് ഇപ്പോൾ നമ്മൾ 2-3 ആൾക്കാർ പുറത്തേക്ക് പോകുന്ന സമയത്ത് വീട് പൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ കാരണവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അണുകുടുംബമാണ്. ഭാര്യ, കുട്ടി, ഭർത്താവ് ഇങ്ങനെ ഉണ്ടാകും.
അപ്പോൾ അവർ 3 പേരും പോകും, വീട് പൂട്ടിയിട്ടാണ് പോകുക അല്ലേ, പൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പേരിൽ തന്നെ പൂട്ടുള്ള ആഭരണം ഏതാണ്? ആഭരണം ഇവിടെയുണ്ട്, ജുജു ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട്. പേരിൽ തന്നെ പൂട്ടുള്ള ആഭരണം. ചേട്ടിയോ? കിട്ടിയില്ല. നമ്മൾ അടുത്ത് ലോക്കറ്റാ? ആരാ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു. നോക്കട്ടെ, നമുക്ക് ഇവിടെ നോക്കാം. വാ, നിങ്ങൾ അവിടെ ഇരുന്നോ. അമ്മയുടെ പേരെന്താ? ശാന്ത. ഓക്കെ. സൗരുടെ പേര്? കൃഷ്ണപ്രിയ. ഇപ്പൊ ഒന്നും ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ഇല്ല. അത് മുന്നേ വർക്കൊന്നും ഉണ്ടായിരുന്നു? കല്യാണം തീരുമാനിച്ച ശേഷമാണോ വർക്ക് നിർത്തിയത്? എല്ലാവരും മുന്നേ വർക്കൊന്നും ഉണ്ടായിരുന്നു? എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കിറ്റക്സ് ചെക്കറായിട്ട്. അത് ശരി. ഇപ്പം വർക്ക് നിർത്തിയിട്ട് വന്നത് നാട്ടിലോട്ട് വന്നു. ഓക്കെ. പുള്ളിക്കാരന്റെ പേരെന്താ? മനീഷ്. സ്ഥലം? അദ്ദേഹത്തിന്റെ സ്ഥലം നീലശ്ശേരത്താണ്. ഓക്കെ. എന്തായാലും അപ്പം അദ്ദേഹം വിളിക്കുമ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ഒരു അന്വേഷണം അറിയിക്കാം കേട്ടോ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കണ്ണൂർ വിഷൻ്റെയും ഞങ്ങളുടെയും വിവാഹമംഗളാശംസ നേരെയാണ്, കൂടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചു, അതായത് പേരിൽ തന്നെ പൂട്ടുള്ള ആഭരണം ഏതാണ്? ലോക്കറ്റിൽ പൂട്ടുണ്ടോ? ലോക്കറ്റിൽ പൂട്ടുണ്ടോ? എന്ത് പറയുന്നു? മലയാളം വേർഡാണ്, ഇംഗ്ലീഷ് വേർഡ്? എന്തായാലും കുഴപ്പമില്ല. ഏത് ലോക്കറ്റിൽ? അതിൽ പൂട്ടുണ്ട്. എന്താ ലോക്കറ്റില് പൂട്ടുണ്ട്? എങ്ങനെയാ വരുന്നത്? എങ്ങനെ വരുന്നത്? ഉത്തരം കറക്റ്റാണ്, ലോക്കറ്റാണ്. കാരണം ലോക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടിൻ്റെ ഇംഗ്ലീഷാണ് ലോക്ക് എന്ന്. അപ്പോൾ ലോക്കറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിലുള്ള ലോക്കറ്റ് ഇവിടെയുണ്ട്. മാത്രമല്ല നമ്മൾ കല്യാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലോക്കറ്റ്. അതായത് താലി എന്ന് പറയും. അത് നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നമ്മുടെ ആലയ താലിയുടെ രീതിയിലാണ് അതിൻ്റെ ലോക്കറ്റ് ഉണ്ടാകുന്നത് അല്ലേ. പിന്നെ അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ലോക്കറ്റൊക്കെ നമ്മൾ മാലയിൽ അണിയാറുണ്ട്. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് നമ്മൾ ചെറിയ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം, പിന്നെ മണവാട്ടിക്ക് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം ഇരിക്കട്ടെ. ഇനി പർച്ചേസ് നടക്കട്ടെ. ഓക്കെ. താങ്ക് യു. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഓരോ സ്ഥലത്തെത്തിയാലും ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ജുജു ഗോൾഡൻ ഡയമണ്ട്സിൽ പയ്യന്നൂർ ഷോറൂമിൽ വന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ആഭരണമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് പേരിൽ തന്നെ പൂട്ടുള്ള ആഭരണം ഏത്? അപ്പം പൂട്ട് എന്ന് പറഞ്ഞാൽ ലോക്കറ്റ്. അപ്പോൾ അതിൻ്റെ സമ്മാനം നമ്മളൊരു ഫാമിലിക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. മാർച്ചിൽ അതിലെ ഒരു സഹോദരിയുടെ കല്യാണമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യ പകുതിയിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. ഒന്ന് തിരിഞ്ഞ് ചേച്ചി ഒന്ന് എഴുന്നേറ്റുന്നേ, ഒന്ന് പരിചയപ്പെടാൻ. ഓക്കെ. ചേട്ടൻ്റെ പേര്? രാജേട്ടൻ്റെ വീട് എവിടെ? മാതമംഗലത്തിന്റെ എത്ര ദൂരം? ശരിക്കും നമ്മൾ മാതമംഗലം ടൗൺ എത്ര ദൂരം? 8 കിലോമീറ്റർ ഓടും. സ്ഥലത്തിന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞാൽ പെരുവാമ്പ. ഈ പയ്യന്നൂർ പെരുമ്പയായിട്ട് അതിനൊന്ന് വല്ല ബന്ധമുണ്ടോ? ഇല്ലല്ലേ? ഒരക്ഷരം കുറവുണ്ടെന്നുള്ളൂ. ഓക്കെ. ചേച്ചിയുടെ പേര്? മത്സരിച്ച് ജോലിയും ചെയ്യുന്നുണ്ടോ? കടയിൽ പോകുന്നുണ്ട്. എന്ത് കടയാ? പച്ചക്കറി. അത് നല്ല കാര്യം. എന്തറിയോ, നമ്മൾ ഈ ബേക്കറി കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ബേക്കറി സാധനങ്ങൾ വെറുതെ കിട്ടും. പക്ഷേ ജ്വല്ലറി കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് സ്വർണം വെറുതെ കിട്ടൂല. പക്ഷെ പച്ചക്കറി കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് പച്ചക്കറി വെറുതെ കിട്ടുമോ? തൽക്കാലം അത് മതി അല്ലേ, കറി വെക്കാൻ കിട്ടും. അതാണ് ചെറിയ കഥയുടെ പ്രത്യേകത. അങ്ങനെയാണ്. ചേട്ടൻ ജോലി ചെയ്യുന്നത്? ടൈലറാണ്. അപ്പം പിന്നെ ഇപ്പൊ ഒരു ഷർട്ട് അടിച്ചാൽ എത്ര ചാർജ്? 350. കുഴപ്പമില്ല. ഷർട്ട് അടിച്ചാലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്? എന്തിനാ? ഷർട്ടിനാണോ, ജുബക്കാണോ, അല്ലെങ്കിൽ ചുരിദാറിനാണോ? ഏതാണ് ടൈം എടുക്കുന്നത്? ചേട്ടൻ ജെൻസിന് മാത്രമേ ചെയ്യുന്നുള്ളൂ? ലേഡീസ് ഉണ്ട്. പോക്കറ്റ് അടിക്കാറല്ലേ? പരസ്യമായിട്ട് പോക്കറ്റ് അടിക്കാറില്ലേ? പരസ്യമായിട്ട് ഷർട്ടിന്റെ പോക്കറ്റൊക്കെ അടിക്കാറുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ടിൽ സമ്മാനം.
ഏതായാലും നമ്മുടെ അതായത് ഇനിയിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ആര് ഭരിക്കണം, വാർഡ് ആര് ഭരിക്കണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമാകേണ്ട ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഭരണം ആരുടേതാണ്, അവരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യത്തും ഭരണം നടക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, വോട്ട് ചെയ്യാതെയുള്ള ഭരണം ഏതാണ്? വോട്ട് ചെയ്യാനുള്ള ഭരണം ആഭരണം എന്താണ്? ആഭരണം. ഒന്നിങ്ങോട്ട് വന്നേ, വാ 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 ചേട്ടൻ വാ. അപ്പം നമ്മൾ ജ്വല്ലറിയിലായതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക, സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, കാരണം ഇവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്കൊരു സമ്മാനം എന്തായാലും കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ചോദ്യം ചോദിച്ചു. ചേട്ടൻ പക്ഷെ ഒന്നിങ്ങനെ നോക്കി ആലോചിച്ച് അതേതാ അപ്പോൾ വോട്ട് ചെയ്യാതെ ഉള്ള ഭരണം ഏതാണെന്നുള്ളൂ. പക്ഷേ ചേച്ചിക്ക് ഒട്ടും അമാന്തിക്കേണ്ടി വന്നില്ല. കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണമാണ് ആഭരണം, അല്ലേ? പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. പക്ഷേ അത് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാരാണ്, അല്ലേ? ഉത്തരം ആഭരണമാണ്. നമ്മൾ വോട്ടെടുപ്പില്ലാതെയുള്ള ഭരണം ആഭരണമാണ്. ഉത്തരം പറഞ്ഞ ചേച്ചിയുടെ പേര് മത്സര ചേച്ചിക്ക് സമ്മാനം. നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. കൂടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഇപ്പം എന്താ പിന്നെ ഇന്ന് എന്താ വിശേഷം വല്ലതും ഉണ്ടോ? എന്താണ് മോക്ക്? അപ്പോൾ കൊച്ചുമോന് വേണ്ടി അല്ലേ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? കൊച്ചുമോള്. അപ്പോൾ പേരിട്ടോ? എപ്പോഴാണ് പേര് ഇവിടെ? എപ്പോഴാണ് കൂട്ടിക്കൊണ്ട്? അപ്പം അതിന് കൊച്ചുമോൾക്കുള്ളൊരു ഷൈൻ വായിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നടക്കട്ടെ, കാര്യം നടക്കും. ഓക്കെ, താങ്ക് യു. പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിൻ്റെ മാനേജർ നാസർ ഭായ് ഇപ്പം എൻ്റെ കൂടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പം ജുജു ഗോൾഡൻ ഡയമണ്ട്സ് എന്തൊക്കെയാണ് ഇത്തവണത്തെ പുതുവർഷത്തെ വരവേൽക്കാൻ, ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്ന വേളയിൽ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ജുജു ഗോൾഡൻ ഡയമണ്ട് ഇപ്രാവശ്യം ഡിസംബർ 1 മുതൽ 31 വരെ പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഓഫറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ 1 ലക്ഷം രൂപൻ്റെ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 18 ക്യാരറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേക്കിംഗ് ചാർജിൽ 15% ഓഫറും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങളുണ്ട്. പിന്നെ കൂടുതലായി ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് വളരെ കൂടിയത് കൊണ്ട് ലൈറ്റ് വെയിറ്റ് സെക്ഷനിൽ നമ്മൾ മേലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വെയിറ്റ് എത്ര ഗ്രാമിൽ തുടങ്ങുന്നതായിരിക്കും? നമ്മൾ ലോക്കറ്റെല്ലാം ഒരു റിംഗ് എല്ലാം വരുന്ന സമയത്ത് ഒരു 400 മില്ലി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 400 മില്ലി മുതൽ ഇപ്പോൾ അതെ 400 മില്ലിയിൽ വരുന്നുണ്ട്. 400 മില്ലി മുതൽ വരുന്നുണ്ട്. ഓൾറെഡി 22 ക്യാരറ്റ് ഉണ്ട്, 18 ക്യാരറ്റ് ഉണ്ട്. നമ്മൾ അടുത്തത് 14 ക്യാരറ്റും പുതിയ ലോഞ്ചിങ്ങിലേക്ക് ആലോചനയുണ്ട്. എനിക്ക് അവർ അടുത്ത മാസം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജുജുവിൻ്റെ മൊത്തം എത്ര ഷോറൂം ഇപ്പോൾ ഉള്ളത് ജുജുവിൽ? നമ്മുടെ ടോട്ടൽ 10 ഷോറൂമുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്ത്? കേരളത്തിന് പുറത്ത് കർണാടകയിൽ 4 ഉണ്ട്, പിന്നെ UAE ഒന്നുണ്ട്. അപ്പോൾ കർണാടകയിൽ അടുത്തൊരു ബ്രാഞ്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് 1-2 മാസം കൊണ്ട് ഓപ്പണിംഗ് ഉണ്ട്. എല്ലാ ഷോറൂമിലും ഈ ഒരു പിന്നെ പുതു ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എല്ലാ ഷോറൂമിലുണ്ട്? എല്ലാ ഷോറൂമിലുണ്ട്, നമ്മൾ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്. അതായത് ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ കാലമാണ്. ഓരോ ലക്ഷം രൂപയുടെയും ഗോൾഡ് പർച്ചേസിന്, അല്ല ഡയമണ്ട് പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്. 18 ക്യാരറ്റിന്റെ ആണെങ്കിൽ മേക്കിംഗ് ചാർജിൽ 15% ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആഘോഷം ഏതായി കഴിഞ്ഞാലും, സ്വർണ്ണാഭരണങ്ങളായാലും ഡയമണ്ട് ആയിക്കഴിഞ്ഞാലും സിൽവർ ആയിക്കഴിഞ്ഞാലും എല്ലാത്തിനും അതിൻ്റേതായ കൃത്യമായ പത്തര മാറ്റിൽ, കൃത്യമായ വിലക്കുറവിലും അതുപോലെ തന്നെ കൈനിറയ സമ്മാനങ്ങൾ, ഉറപ്പായ സമ്മാനങ്ങളായിട്ടാണ് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് എല്ലാ ഷോറൂമിലും ഇത്തവണത്തെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഓഫറായിട്ട് നിൽക്കുന്നത്. അപ്പം ആഘോഷം ഏതായാലും ഗോൾഡ് ആൻഡ് ഡയമണ്ട് എല്ലാം നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ്. ഓക്കെ സാർ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ നമ്മുടെ മറ്റൊരു അധ്യായം കൂടി പൂർണ്ണമാവുകയാണ്. നമ്മൾ സാധാരണ എല്ലാ പ്രോഗ്രാമിലും എല്ലാ എപ്പിസോഡിലും ഒരു ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന്, അതായത് പയ്യന്നൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് ചിത്രീകരിച്ച എപ്പിസോഡിൽ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജ്വല്ലറിയിലായതുകൊണ്ട് ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞ കൂടുതൽ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് പറഞ്ഞു, അതായത് പേരിൽ തന്നെ പൂട്ടുള്ള ആഭരണം ഏത്? ഉത്തരം ലോക്കറ്റ് എന്ന് പറഞ്ഞു, സമ്മാനം കൊടുത്തു. മറ്റൊരു ചോദ്യം ചോദിച്ചത് വോട്ട് ചെയ്യാതെയുള്ള ഭരണം എവിടെയാണുള്ളത് എങ്കിൽ ഏതാണ് ഭരണം എന്നാണ്. ഉത്തരം ആഭരണം എന്ന് പറഞ്ഞു, അതിന് സമ്മാനം കൊടുത്തു. അങ്ങനെ 2 ചോദ്യവും 2 പേർക്കും സമ്മാനം കൊടുത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇനി പുതിയ ചോദ്യങ്ങളും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.
പുതിയ വർഷം വരാൻ വേണ്ടി പോവാണ്. പലരും പല തീരുമാനങ്ങളും മാറ്റുന്ന സംഭവമാണ്. അടുത്ത വർഷം മുതൽ എൻ്റെ ദുശ്ശീലങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുന്നൊക്കെ പറയും പിറ്റേ ദിവസം അത് പൂർവാധിക ശക്തിയോടെ തുടരും അല്ലേ. അപ്പോൾ എന്തെന്നാലും നമ്മൾ ഓരോ വ്യക്തിയും നന്നാവണമെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടൊന്നും കാര്യമില്ല, നമ്മളെ ആരും ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താവണം, നന്നാവണോ നന്മയാവണോ എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നന്മയോടെ ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കണ്ടുമുട്ടാം.